സി ഗൗതമിനെ വിളിച്ച് ബർത്ത്ഡേ ഫംഗ്ഷന് വരണമെന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് തൻ്റെ ബർത്ത്ഡേക്ക് വരുന്നത്? തന്നെപ്പോലെ ഇത്രയ്ക്കും നീചനായ ഒരാളുടെ ബർത്ത്ഡേക്ക് വന്ന് തന്നെ ആശീർവദിക്കാനൊന്നും ഞാൻ വരില്ല എന്ന് ഗൗതം പറയുമ്പോൾ, അങ്ങനെ പറയരുത് ഗൗതം, ഇതെൻ്റെ റിക്വസ്റ്റായി കണക്കാക്കണം. ഗൗതം വരില്ല എന്ന് തന്നെ പറയുമ്പോൾ സി നിധിയോട് പറയുന്നു, ഞാൻ വിളിച്ചിട്ട് വരുന്നില്ലെന്നാണ് ഗൗതം പറയുന്നത്. നിധി തന്നെ വിളിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് സി നിധിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. നിധി സ്പീക്കർ ഫോണിൽ ഗൗതമിനോട് പറയുന്നു. സി കാല് പിടിക്കുന്നത് പോലെ പറയുമ്പോൾ ഗൗതം വരണം. അങ്ങനെ ഗൗതം വരാമെന്ന് സമ്മതിക്കുന്നു. ശിവാനി ജ്യോതിർമയിയോട് നിധി വന്ന കാര്യം പറയുമ്പോൾ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ശിവാനി ദേഷ്യത്തിൽ പറയുന്നു, ആൻറ്റി ഇവിടെ ഫോൺ ചെയ്ത് നിന്നു. ആ നിധി സി എങ്കിളുമായി എന്തോ സംസാരിക്കുന്നുണ്ട്. സി എങ്കിൽ നിധിയെ ഭയപ്പെടുന്നത് പോലെയാണ് നിൽക്കുന്നത്. എന്ത് നിധിയോ? അവൾക്കിവിടെ എന്ത് കാര്യമെന്ന് ജ്യോതിർമയി ചോദിക്കുന്നു. ജ്യോതിർമയി സിയുടെയും നിധിയുടെയും അടുത്തേക്ക് പോകുന്നു. നിനക്കിവിടെ എന്താ കാര്യമെന്ന് ജ്യോതിർമയി നിധിയോട് ചോദിക്കുന്നു. വന്ന പോലെ പോകാൻ നോക്ക്, നിന്നെപ്പോലുള്ളവരെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ല. അതേസമയം ഗൗതം അങ്ങോട്ടേക്ക് വരുന്നു. ജ്യോതിർമയിയോട് നിധി പറയുന്നു, ബർത്ത്ഡേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ സി പറയട്ടെ, ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകാം. എന്തിനാണ് നിധി നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? വാ നമുക്ക് പോകാമെന്ന് ഗൗതം പറയുന്നു. ജ്യോതിർമയി നിധിയെയും ഗൗതമിനെയും ആക്ഷേപിക്കുന്നത് കേട്ടിട്ടും സി ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നത് കണ്ട് നിധി പറയുന്നു, മാഡം, നിങ്ങളുടെ ഭർത്താവ് ഗൗതമിനെ വിളിച്ച കോൾ റെക്കോർഡ് ഞാൻ കേൾപ്പിക്കണോ? അത് കേട്ടതും ജ്യോതിർമയി സിയോട് ഫോൺ ചോദിക്കുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ ബിസിനസ്സുകാരെയും വിളിക്കുന്ന കൂട്ടത്തിൽ നിധിയെയും ഗൗതമിനെയും ഞാൻ ക്ഷണിച്ചതാണ്. അങ്ങനെ സി കേക്ക് മുറിക്കാനായി പോകുമ്പോൾ, വരട്ടെ, കേക്ക് മുറിക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ചെയ്യാനുണ്ടെന്ന് നിധി പറയുന്നു. എന്താ സി നിങ്ങൾ മറന്നുപോയോ? പരസ്യമായി ഇവിടെ വെച്ച് ഗൗതമിനോട് മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞത്. മാപ്പ് ചോദിക്കാനോ? സിയോ? ആരോട് മാപ്പ് ചോദിച്ചാലും നിങ്ങളോട് മാത്രം സി മാപ്പ് ചോദിക്കില്ല. അതിലും ഭേദം ഞാൻ മരിക്കുകയാണ് നല്ലതെന്ന് ജ്യോതിർമയി പറയുമ്പോൾ ഗൗതം പറയുന്നു, എന്നാൽ പിന്നെ അത് തന്നെ ചെയ്യുന്നതാകും നല്ലത്. സി മാപ്പ് ചോദിക്കുമെന്ന് തോന്നുന്നില്ല നിധി, നമുക്ക് പോകാമെന്ന് ഗൗതം പറയുന്നു. പോകാൻ വരട്ടെ ഗൗതം, ഞാൻ മാപ്പ് ചോദിക്കാമെന്ന് സി പറയുന്നു. എല്ലാവരോടും കൂടി എൻ്റെയും ജ്യോതിർമയിയുടെയും വിവാഹ വാർഷികം ആഘോഷിച്ചപ്പോൾ ഞാൻ ഗൗതമിനെ തന്തയില്ലാത്തവനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതിന് ഇന്ന് ഞാൻ ഗൗതമിനോട് മാപ്പ് ചോദിക്കുന്നു. അത് കേട്ടതും നിധിയും ഗൗതമും വല്ലാതെ സന്തോഷിക്കുന്നു. സിയും ജ്യോതിർമയിയും പ്രണവും ശിവാനിയും നാണം കെട്ട് നിൽക്കുന്നു. അതിനുശേഷം സി കേക്ക് മുറിക്കാനായി പോകുമ്പോൾ അവിടേക്ക് പോലീസുകാർ വരുന്നു. നിങ്ങളുടെ ബർത്ത്ഡേ ദിവസം തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നതിൽ വിഷമമുണ്ടെന്ന് പോലീസ് പറയുന്നു. അറസ്റ്റോ? എന്തിന് എന്ന് സി ചോദിക്കുമ്പോൾ, ഈ നിൽക്കുന്ന പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ താമസിപ്പിച്ചതിന് ഗൗതം കൊടുത്ത ഫോർജറി കേസിലാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. 3 പ്രാവശ്യം നിങ്ങൾക്ക് കോടതി സമൻസ് അയച്ചു. അതിനിതുവരെ നിങ്ങൾ മറുപടി കൊടുത്തില്ല. എനിക്ക് സമൻസ് ഒന്നും കിട്ടിയില്ലെന്ന് സി പറയുന്നു. അത് കേട്ടതും പ്രണവ് പറയുന്നു, എന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൗതമാണെന്ന് ഞാൻ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. മൊഴിയേക്കാൾ തെളിവാണ് കോടതിക്ക് ആവശ്യം. തെളിവോ? എന്ത് തെളിവാണുള്ളത്? എന്താ തെളിവ് കാണണോ? എങ്കിൽ കാണിക്കാം. നിധി പോലീസിന് കൊടുത്ത സി കുറ്റമേറ്റു പറയുന്ന വീഡിയോ കാണിക്കുന്നതും പ്രണവ് തലകുമ്പിട്ട് നിൽക്കുന്നു. എന്താ അങ്കിൾ, നിങ്ങളാണോ എന്നെ തട്ടിക്കൊണ്ടുപോയത്? അത് കേട്ടതും ജ്യോതിർമയി പറയുന്നു, ഇതൊക്കെ ഫേക്ക് വീഡിയോ ആണ് മോൻ ഇതൊന്നും വിശ്വസിക്കേണ്ട. ഫേക്കോ? കൊള്ളാം. പിന്നെ ഈ വീഡിയോ കണ്ട് സി എന്തിനാണ് ഭയപ്പെട്ടത്? ഗൗതമിനോട് മാപ്പ് പറഞ്ഞത് എന്ന് നിധി ചോദിക്കുന്നു. അതെ പ്രണവ്, ഇതൊക്കെ ഈ നിധിയും ഗൗതമും എന്നെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് സി പറയുമ്പോൾ, നിർത്തറോ തൻ്റെ പ്രസംഗമെന്ന് പറഞ്ഞ് പോലീസ് സിയോട് ദേഷ്യപ്പെടുന്നു. വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.